അഞ്ചിൽ നാലാമത്തെ ഉച്ചാരണ അവയവമാണ് ഷഫത്താനി, രണ്ട് ചുണ്ടുകൾ. ചുണ്ടുകൾക്ക് രണ്ട് ഭാഗങ്ങൾ കാണാം. ഒന്ന് വായ അടച്ചാലും പുറത്ത് കാണുന്ന എപ്പോഴും വരണ്ട് കിടക്കുന്ന സ്ഥലം. രണ്ട്, വായ അടക്കുമ്പോൾ ഉള്ളിലാകുന്ന എപ്പോഴും നനഞ്ഞിരിക്കുന്ന സ്ഥലം. മൊത്തം ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുകൂടെ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 4 എണ്ണമാണ്. ഫ, ബ, വാവ്, മീം. ഒന്നാമത് ഫ. ഫ ഫ മേലെ മുൻപല്ലുകളുടെ തല കീഴ്ചുണ്ടുകളുടെ ഉൾഭാഗത്ത് തട്ടണം. അഥവാ ചുണ്ടുകളിൽ നനഞ്ഞിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ മേലെ മുൻപല്ലിൻ്റെ തല തട്ടുക. ഫ. രണ്ടാമത്തത് വ. മേലെ മുൻപല്ല് താഴെ ചുണ്ടിലേക്ക് തട്ടുന്ന രീതിയിൽ വ എന്ന ഉച്ചാരണം പലരും നടത്താറുണ്ട്. തെറ്റാണ്. വ അറബിയിൽ ഇല്ല. രണ്ട് ചുണ്ടുകളും വൃത്താകൃതിയിൽ മുന്നോട്ട് കൂർപ്പിക്കുക. വ വ. മൂന്നാമത്തത് ബ. ബ ബ. രണ്ട് ചുണ്ടുകളും ശക്തിയായി അടക്കുക. ബ ബ. മ. രണ്ട് ചുണ്ടുകളും മൃദുവായി അടക്കുക. നല്ലോണം അടക്കണ്ട, സോഫ്റ്റായിട്ട്. മ. വാവി വവുൻ വവവി വവുൻ വാവി വുനൽ വാനവുന ബാബി ബബുൻ ബബബി ബബുൻ ബാബി ബുനൽ ബാനബുന മാമി മമുൻ മമമി മമുൻ മാമി മുനൽ മാനമുന ഫാഫി ഫഫുൻ ഫഫഫി ഫഫുൻ ഫാഫി ഫുനൽ ഫാനഫുന. ഇങ്ങനെ അക്ഷരങ്ങൾ പറഞ്ഞു പഠിക്കുക, ഉദാഹരണങ്ങൾ കണ്ടെത്തുക. മഹ്റജ് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് വാവിൻ്റെത്. വ വ വ.